ഹലോ ഗൈസ്, ഇന്ന് ജോക്കുട്ടന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നാളികേരം ചിരകിയതും മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചെറിയുള്ളിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ അങ്ങ് വറുത്തെടുക്കാം. ഇനിയൊരു മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ വെണ്ടയ്ക്ക് ഇതേപോലെ നീളത്തിലരിഞ്ഞതും ചെറിയുള്ളിയും പച്ചമുളകും നെടുകെ കറിയതിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതുപോലെ വെളിച്ചെണ്ണയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വാട്ടിയെടുക്കുമ്പോൾ വെണ്ടക്കായ ഉടയത്തുമില്ല, അതുപോലെ തന്നെ അതിൻ്റെ ആ വഴുവഴുപ്പ് മാറി കിട്ടും. ഇനി ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ വെണ്ടക്കായും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. മോന് വെണ്ടക്കായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും, അതുവരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വെണ്ടക്കായ ഉടഞ്ഞു പോവേ ഒന്നുമില്ല. അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കാച്ചിയെടുക്കാം. കാച്ചാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഇതിലോട്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. നമ്മൾ വെണ്ടക്കായൊക്കെ ഉപ്പേരി വയ്ക്കായാലും ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാണ്ട് തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ അത് ഉടഞ്ഞു പോവേ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവേ ഒന്നുമില്ല. അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വെണ്ടക്കായ ഉപ്പേരി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വെണ്ടക്കായ തീയലാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള വെണ്ടക്കായ തീയലാണ്. പല ടൈപ്പിൽ തീയലുകളുണ്ട്. വെണ്ടക്കായ, വഴുതനങ്ങ, കൈപ്പയ്ക്ക, ഉള്ളി എല്ലാം വെച്ചിട്ട് ചെയ്യും. ഈ ഒരു തീയലുകളിൽ ഏത് തരം തീയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്കായ തീയലാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം വെച്ച് നോക്കാം കേട്ടോ. താങ്ക് യു.